രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും കുപ്രസിദ്ധമായ പദ്ധതികളിലൊന്നായിരുന്നു കേരയിൽ. നമുക്കറിയാം, കേരളത്തെ രണ്ടായി കീറിമുറിക്കുന്ന, പാരിസ്ഥിതികമായി വൻ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന, കൃത്യമായ ഒരു പഠനമോ പ്ലാനിങ്ങോ ഒന്നുമില്ലാതിരുന്ന ഈ പദ്ധതിക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ 2022 മാർച്ച് 17 തീയതിയാണ് കേരളത്തിലെ മാടപ്പള്ളിയിലെ ചങ്ങനാശ്ശേരിയിലെ വീട്ടമ്മമാരുടെ അടുക്കളയിൽ മഞ്ഞക്കുറ്റിയിടാൻ ഈ സംഘങ്ങൾ എത്തിയത്. ശക്തമായ പ്രതിഷേധ സമരത്തിലൂടെ അന്ന് അവിടുത്തെ ആ ഉദ്യോഗസ്ഥരെ ഇവിടുത്തെ ജനങ്ങൾ തുരത്തുകയുണ്ടായി. അന്നു മുതൽ അണയാതെ എല്ലാ ദിവസവും ഈ ഒരു സമരപന്തൽ, എൻ്റെ പുറയിൽ കാണുന്ന സമരപന്തൽ ഇവിടെയുണ്ട്. ഇന്നത് 4 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ അവസരത്തിൽ അന്നത്തെ ഭരണപക്ഷത്തുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയുടെ MLA, ചങ്ങനാശ്ശേരിക്കാരെ, മാടപ്പള്ളിക്കാരെ, കേരള ജനത്തെ മുഴുവൻ ഇത്രയധികം ദ്രോഹിക്കുന്ന ഈ പദ്ധതിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതിൽ നിന്ന് U-turn എടുത്തു എന്ന് സർക്കാർ പറയുമ്പോഴും ഇതിനെതിരെ ഒരു വിജ്ഞാപനം ഇറക്കാനോ ഇന്നാട്ടിലെ ആളുകൾക്ക് തങ്ങളുടെ വസ്തുവകകളും മറ്റും ക്രയവിക്രയം ചെയ്യാനോ ഒരു ലോൺ എടുക്കാനോ ഒന്നിനും പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇന്നാട്ടിലെ ജനങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ ശക്തമായി ഇടതുപക്ഷ സർക്കാരിനെതിരെ തങ്ങളുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തുകയുണ്ടായി. ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും ഇന്നാട്ടിലെ MLAക്കെതിരെയും ഇന്നാട്ടിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും ജനം ശക്തമായി തങ്ങളുടെ വിധി രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ഇതിന്റെ ദുരന്തഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ച ഇന്നാട്ടിലെ ഏതാനും ആളുകളുടെ അഭിപ്രായം കൂടി ഒന്ന് തേടാം. ഈ ഒരു മുഖം കേരളത്തിലെ എല്ലാവർക്കും തന്നെ 2022 മാർച്ച് 17 ശേഷം പരിചയമുള്ളതാണ്. കാരണം അന്നത്തെ പ്രധാന പത്രങ്ങളുടെ എല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ ഈ ഒരു സ്ത്രീയെ കേരളത്തിലെ കേരള പോലീസ് വലിച്ചിഴയ്ക്കുന്ന, മഞ്ഞക്കുറ്റി ഇടാൻ വന്നപ്പോൾ അതിനെതിരെ ജനകീയമായ രീതിയിൽ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ വലിച്ചിഴയ്ക്കുന്ന ദാരുണ ദൃശ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ചേച്ചിയുടെ പേര് റോസ്ലിൻ ഫിലിപ്പ്. നമുക്ക് ഈ ചേച്ചിയോട് ചോദിക്കാം, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഇവിടെ നടപ്പിൽ വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പക്ഷെ ഇവിടെയുള്ള 400ഓളം കുടുംബങ്ങൾ, 400ഓളം ഭവനങ്ങളാണ് ഈ മാടപ്പള്ളി പഞ്ചായത്തിൽ തന്നെ പോകുന്നത്. അതുപോലെ സ്കൂളുകൾ പോകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഞങ്ങളുടെ ഈ ഭൂമി മുഴുവൻ നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുക. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. ഒരു വീട് പണിതതിൻ്റെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഇവിടെ ഒരു വിവാഹ ആലോചനകൾ പോലും നടക്കുന്നില്ല. കാരണം ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്കും ജീവിക്കണം. നമ്മളും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്കും ജീവിക്കണം. ഒരു ഭാവം മാത്രം മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മക്കൾക്കോ അവർക്ക് മാത്രം ജീവിച്ചാൽ പോരാ, ഞങ്ങൾക്കും ജീവിക്കണം. അവിടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം. ഈ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു തരത്തിലുള്ള ജോലിയില്ല. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ആകപ്പാടെ കഷ്ടതയിലാണ്. ഞങ്ങൾക്ക് ഇതിനൊരു മോചനം വേണം. ഈ ചങ്ങനാശ്ശേരി MLA പറഞ്ഞത് ഇത് അവരുടെ സ്വർഗ പദ്ധതിയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ MLA ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്ന് ഇതിനെതിരായി നിന്ന വ്യക്തിയാണ്. പക്ഷെ ഭരണപക്ഷത്തേക്ക് പോയപ്പോൾ അദ്ദേഹവും മലക്കം പറഞ്ഞ് അവരോടൊപ്പം നിന്ന് ഞങ്ങൾക്കെതിരായിട്ടുള്ള ചരിത്രത്തിലെ കറുത്ത ദിനങ്ങളാണ് സിൽവർ ലൈൻ സമരകാലത്ത് കേരളത്തിലുടനീളം രൂപപ്പെട്ടത്. മാടപ്പള്ളിയും കോട്ടയവും അടക്കമുള്ള പ്രദേശത്ത് സാധാരണക്കാരൻ്റെ വീടിൻ്റെ അടുക്കള പൊളിച്ച് മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ വന്ന സർക്കാർ പ്രതിനിധികൾക്കെതിരായി ശബ്ദിക്കാൻ സർക്കാർ സംവിധാനം അത് നിർത്തിവെക്കാനോ തയ്യാറാവാത്തപ്പോൾ സ്വയം ഉയർന്നു വന്ന ജനകീയ കൂട്ടായ്മ, അവിടെ BJPയും കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാ പാർട്ടികളും ഒരുമിച്ച് അണിചേരുമ്പോൾ, എല്ലാ പാർട്ടിയിലും പെട്ടവർ ഒരുമിച്ച് അണിചേരുമ്പോൾ ചങ്ങനാശ്ശേരിയുടെ MLA ഒപ്പം കേരളത്തിൻ്റെ സർക്കാർ ഇവര് സമരവിരുദ്ധ സമീപനവുമായി ഈ നാട്ടിലെ സാധാരണക്കാരുടെ പേരിൽ കള്ളക്കേസ് എടുപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയായി. MLA അടക്കം നിർദ്ദേശം കൊടുത്ത് എടുപ്പിച്ച കേസിൽ ഇന്നും ജോസഫ് M. പുതുശ്ശേരിയും ഞാനും കുട്ടഞ്ചിറയും മിനി K. ഫിലിപ്പും ഒക്കെ കോടതി വരാന്ത കയറി ഇറങ്ങുകയാണ്. ആ കേസ് സിൽവർ ലൈൻ പിൻവലിച്ചു പക്ഷേ എന്ന് പറയുന്നു. അത് നടപ്പായിട്ടില്ല. കേസ് പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വീടിന്റെ മുറ്റത്തും പറമ്പിലും വീണ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാർക്ക് വീട് വെക്കാൻ നിർവാഹമില്ല. വീട്ടിലെ ആവശ്യത്തിന് ലോൺ എടുക്കാൻ നിർവാഹമില്ല. ഈ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ച നാണംകെട്ട MLA മാടപ്പള്ളിയിലേക്ക് ഇനിയും നടന്നു വരുമ്പോൾ ഈ നാട്ടുകാർ ചൂലെടുത്തടിച്ചോടിക്കുന്ന സാഹചര്യം രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേതൃത്വം കൊടുക്കുന്ന കൺവീനർ
ശ്രീ ബാബു കുട്ടൻചെറിയുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ മേഖലയിൽ കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതി പാത കടന്നു പോകുന്ന നിർദ്ദിഷ്ട സ്ഥലങ്ങളിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരമുഖത്താണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി പിൻവലിക്കുക, എടുത്തിരിക്കുന്ന കേസുകളും പിൻവലിക്കുക. അതായത് ഈ പദ്ധതിക്കെതിരെ ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിൽ റെയിൽവേ വികസനത്തിനെതിരല്ല. ഞങ്ങൾ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി അതിവേഗ പാതയോ അർദ്ധ അതിവേഗ പാതയോ നിർമ്മിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിർപ്പ് ഈ കേരളത്തെ രണ്ടായി വിഭജിക്കുകയും പരിസ്ഥിതിയെ ദോഷമായി ബാധിക്കുകയും ചെയ്യുന്ന ഈ പ്രദേശത്തുകൂടി നടത്തുന്ന സിൽവർ ലൈൻ പദ്ധതിക്കെതിരാണ് ഞങ്ങൾ സമരം. ഈ നാട്ടിലെ സെലിൻ ബാബു എന്നൊരു വീട്ടമ്മയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? 4 വർഷം മുമ്പ് ഇവിടെ നടന്ന പോലീസിന്റെ നരനായാട്ടിൽ ജനങ്ങളെ വഴിയിലൂടെ വലിച്ചിഴക്കുകയും ജനങ്ങൾക്ക് വളരെ ദ്രോഹം ചെയ്യുകയും ചെയ്ത ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് എതിരായിട്ട് ഈ വരുന്ന ഈ സിൽവർ ലൈൻ എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ച് എല്ലാവരുടെയും പേരിലുള്ള കള്ളക്കേസുകൾ മാറ്റി എല്ലാവരും ഇപ്പം കുട്ടികളെയാണ് പഠിപ്പിക്കാനോ അല്ലെ ഒരു ലോൺ എടുക്കാനോ അല്ലെ ഒരു കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു വിടാനോ ആർക്കും സാധിക്കുന്നില്ല. അതിന് ഗവൺമെന്റ് മുൻപോട്ട് വന്ന് ഇത് എത്രയും പെട്ടെന്ന് ഈ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെ സഹായിക്കാനായി ചങ്ങനാശ്ശേരി MLA എന്തെങ്കിലും ചെയ്യുകയുണ്ടായോ? ചങ്ങനാശ്ശേരി MLA ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും ചെയ്യുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. ഓക്കെ, ശരി, നന്ദി.